ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യുന്ന സെൻസിയോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ചെയ്യുന്ന ഒരു ഫ്രീ ഫയറിൽ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് റേറ്റ് ചെയ്യണം. എൻ്റെ ഒരു കളിയുടെ വീഡിയോ ആണ്. ഞാനൊരു കസ്റ്റം മാച്ചിൽ കളിക്കുന്നൊരു വീഡിയോ ആണ്. എത്ര നന്നായിട്ട് ഞാൻ കളിച്ചു എന്ന് നിങ്ങൾ റേറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ തോക്കുന്നുണ്ട്. എൻ്റെ വൺ ടാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര നന്നായിട്ട് റേറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇനിയും വേണ്ടത്, എങ്ങനത്തെ കണ്ടൻസാണ് വേണ്ടത്, ഏതൊക്കെ ഗെയിംസാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുക. നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മാത്രമല്ലേ എനിക്കറിയാൻ കഴിയത്തുള്ളൂ, അല്ലാതെ എനിക്കറിയാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുക. ഞാൻ വോയിസ് ഓവർ ഇങ്ങനെ തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ വീഡിയോസൊക്കെ ഇഷ്ടമാണോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഷെയർ ടു എനിവൺ. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്, പ്ലീസ്. സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ ന്യൂ കണ്ടൻറ് മേക്കേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്നാ ഗിവേയും കാര്യങ്ങളൊക്കെ എന്തായാലും ബാക്കിയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ പോലെ തന്നെ നമ്മൾ തരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല പാടാണ് ഗൈസ് ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കിയത് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഗൈസ്. എനിക്ക് എങ്ങനെയാണ് എത്രത്തോളം പാടാണെന്ന് പിന്നെയാണ് മനസ്സിലായി തുടങ്ങിയത്. കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടമ്പ തന്നെയാണ്. അത്യാവശ്യം നല്ല പാടാണ് ഗൈസ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ. കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പാടുള്ള സംഭവമാണ് ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല പാടാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോളേ, ഇതന്നെ ഞാൻ 2 വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടാന്നാണ്. ഇത് കളി കഴിഞ്ഞിട്ടാട്ടോ. ഞാൻ അതായത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത റെക്കോർഡിംഗ് അല്ല ഇത് പറഞ്ഞാൽ കളി കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ മറ്റു സംഭവം പറയുമല്ലോ, അതായത് നമുക്ക് ഹിസ്റ്ററി പോയാൽ നമുക്ക് നമ്മുടെ കളിയുടെ വ്യൂ കാണാൻ പറ്റില്ല. അങ്ങനെ എടുത്തതാണേ. ഞങ്ങൾക്ക് പ്രൂഫായിട്ട് വേണമെങ്കിൽ ഷോർട്സിന് നമ്മളെങ്ങനെ എൻ്റെ കളി വേണമെങ്കിൽ ഞാൻ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തത് വരെ കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് ഈ കളിക്കുന്നത്, വേറെ ആരുമല്ല. എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഗൈസ്. ഞാൻ തന്നെയാണ് ഈ കളിക്കുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ റേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, കളിയാണ്. ഫസ്റ്റ് റൗണ്ട് എനിക്കധികം കളിക്കാൻ പറ്റില്ല, നന്നായിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. നന്നായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. ഒരു കുറച്ച് റൗണ്ടുകളും നിങ്ങൾ കണ്ടോ. ഞാൻ നിങ്ങളുടെ ഇത് കളയുന്നില്ല. അതിന് തന്നെ ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. സർപ്രൈസ് മുടക്കണ്ടല്ലോ. നിങ്ങൾ കണ്ടോ. ഞാൻ പതുക്കെ എല്ലാവരെയും ഫിനിഷ് ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് മെയിനായിട്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. നമുക്ക് പതുക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതൊക്കെ വെറും ചക്കയ്ക്ക് ഞാൻ സ്കോപ്പ് ചെയ്തടിച്ചതാണ്. അത് സീസായിട്ട് പറയുമോ, എനിക്കപ്പോൾ ഹെഡ് കയറിയെന്നില്ല. അതുകൊണ്ട് ഞാൻ സ്കോപ്പ് ചെയ്തടിച്ചത് തന്നെയാണ് കേസ്. അതൊക്കെ ഞാൻ സ്കോപ്പ് ചെയ്തടിച്ചത് തന്നെയാണ്. ഈ കളി നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഈ റൗണ്ട് നമ്മൾ എടുക്കത്തില്ല. അതുപോലെ ഈ കളി നമ്മൾ തോക്കുന്നുണ്ട്. അവസാനം നമ്മൾ തോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് കയറും. ഇത് കടന്ന് വരുമ്പോൾ അവൻ നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ എന്നെ അടിക്കും. കണ്ടാ, ഒരു നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അവൻ അടിച്ചിട്ടുണ്ട്. എനിമി ടീം നമ്മൾ നല്ല ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മളെ വീഴ്ത്തി. അതേണ്ടത് ഇങ്ങനെ പോവാണ് കളി. ഇങ്ങനെ പോവാണ്. കാണിച്ചു തരാം. ഇത് അത്യാവശ്യം വലിയ വീഡിയോ ആണ്, എനിക്കറിയാം. 30 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയ തന്നെയാണ്, എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. കുറച്ച് പാടാണ് ഗൈസ്, അറിയാലോ. ഈ കളിയും 30 മിനിറ്റ് ഉണ്ട് ഗൈസ്. ഈ ഒരു മാച്ച് 30 മിനിറ്റ് ഉണ്ട്. അതാണ് വേറെ കാര്യം ഗൈസ്. അല്ല, മാച്ച് 30 മിനിറ്റ് ഇല്ല, 28 മിനിറ്റ് ഉണ്ട് മാച്ച്. ഈ മാച്ച് 28 മിനിറ്റ് ഉണ്ട്. ഈ 2 മിനിറ്റ് എങ്ങനെ പോയെന്ന് വെച്ചാൽ ഇത് സ്റ്റെക്കായി. എന്താ അറിയില്ല, ആകെ സ്റ്റെക്കായി. വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റെക്കായി. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഭാഗം അങ്ങോട്ട് സ്റ്റെക്കായി.
അതാണ് 30 മിനിറ്റായി മാറിയത്. ഞാൻ ചിലപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ വോയിസ് ഓവർ കേട്ടിട്ട് നിങ്ങളെല്ലാം 30 മിനിറ്റ് ആവണമെന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്യും ആ ഭാഗം. എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാവും ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ കളി കണ്ടു നോക്ക്. വലുതായിട്ടൊന്നും അവന്മാർ കഴിഞ്ഞ കളി അവന്മാരെടുത്തേ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എന്നെ തീർത്ത്. നമുക്കധികം കളിക്കാനൊന്നും അറിയത്തില്ലല്ലോ ഗൈസ്. ഇവൻ്റെ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹെഡ് ഷോട്ട് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതോ ഇല്ല തോന്നുന്നുണ്ട് ഗൈസ്. ഇപ്പോഴും ഹെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും കയറത്തില്ല. ഈ കളി നമ്മുടെ ടീമാണ് എടുക്കാമെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കളി നമ്മുടെ ടീമാണ് എടുക്കാമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഊഹിച്ച് പറയാട്ടോ ഗൈസ്. അവരുടെ വീണ്ടും ഒരുത്തൻ വീണിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് അവനെ പളങ്ങി വിട്ടിട്ടുണ്ട് ഗൈസ്. നല്ല രീതിക്ക് അവൻ്റെ ഹെഡ് ഷോട്ടും നല്ല രീതിക്ക് അവൻ്റെ തലയത്തെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ നല്ല പ്ലെയറാണ് ഗൈസ്. അലോക്ക് അവൻ സോണിയാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അവൻ സോണിലൊന്നും ഒരിക്കലും നമുക്ക് അവനെ തോൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. അവൻ സോണിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് അവൻ എത്ര അടി അടിച്ചിട്ടും ചാവുന്നില്ല ഗൈസ്. രണ്ട് എന്താ പറയുക, ഏകദേശം ഫുൾ അടിൻ്റെ അടുത്ത് വരുന്ന ഷോട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ട് അവൻ മരിക്കുന്നേ ഇല്ല. അവസാനം നമ്മുടെ ടീമേറ്റും കാര്യങ്ങളും രക്ഷപ്പെടും. കണ്ട അവൻ സോണിയാണ് ഗൈസ്. നിങ്ങൾ കണ്ട. അതുകൊണ്ട് സോണിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ട അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല മാച്ചും കാര്യങ്ങളൊന്നും. അതാ നമ്മൾ 2-1 നമ്മുടെ സ്കോറും കാര്യങ്ങളൊക്കെ. സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ 2-1 കാര്യങ്ങളൊക്കെയാണ്. ട്രൈ ചെയ്യുന്നുണ്ട്, കണ്ടോളി. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, എന്നിട്ട് എൻ്റെ ഗെയിം പ്ലേ എങ്ങനെയുണ്ട് എന്ന് റേറ്റ് ചെയ്യാം. റേറ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റേറ്റിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ സ്പീഡ് കൂട്ടുക ചെയ്ത ഇവിടെ വെച്ചിട്ടാണ് ഈ സ്റ്റെക്കായത്. കണ്ടാ ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആകെ സ്റ്റെക്കായി. പിന്നെ റെഡിയായി. കണ്ടോളൂ. ഞാൻ ഈ സ്റ്റെക്കായ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കൊരു താല്പര്യം നിങ്ങളെ ഇതാക്കാൻ, അറിയാലോ. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. നല്ല രീതിക്ക് നോക്ക്. എത്ര നേരം അറിയോ, 2 മിനിറ്റ് അവിടെ ഇങ്ങനെ പെട്ട അവസ്ഥയായി. കുറേ നേരം വെയിറ്റ് ചെയ്ത് റെഡി ആവുന്നേ ഇല്ല. ഞാൻ കുറേ നെറ്റ് നോക്കി, ആ സ്വിച്ചിൽ കാര്യങ്ങളൊക്കെ നെറ്റ് നോക്കി വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവസാനം എങ്ങനെയൊക്കെയോ റെഡിയായി. തന്നെ റെഡിയായി. കഴിഞ്ഞ ബാക്കിലേക്കാണ് പോയപ്പോൾ ഇത് ഒന്നും കൂടി കണ്ടതിന് ശേഷം രണ്ടാമത് വരാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വെക്കുന്നത് ഇഷ്ടമാവുന്നില്ല. ഞാൻ പണി ഉറക്കാൻ വേണ്ടിയിട്ടല്ല, വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യായിരുന്നു. ഞാൻ പക്ഷേ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ. അതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഗൈസ്. അല്ലാതെ നിങ്ങളെ പറ്റിക്കൊണ്ട് എനിക്കൊരു ആവശ്യം നിങ്ങളെ ഉറപ്പിക്കാനൊന്നുമല്ല. ഞങ്ങൾക്ക് ഇത്ര ലെങ്ത്തുള്ള വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊട്ട സീനുകളൊക്കെ എന്തായാലും കട്ട് ചെയ്ത് കളയാം. ഞാനതിന് അങ്ങനെ ചെയ്യത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതായത് എന്നെ എപ്പോഴും ഇങ്ങനെ പൊക്കി കാണിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതായത് വീഡിയോസിന് ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്നത് മാത്രം കാണിച്ചാൽ എല്ലാവരും എന്താ പറയുക, പാനലാന്നല്ലേ പറയുക. അതിനൊക്കെ പിന്നെ എന്താ പറയുക. ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്ന സീൻ മാത്രം വീഡിയോയിൽ, വേറെ ഒന്നുമില്ല. ഒരു ഇതുപോലുമില്ല, ഒരു മിസ് ഷോട്ട് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ട് ഇട്ടേക്കുള്ളൂ ഗൈസ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും ഇഷ്ടം പോകണില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഇങ്ങനെയുണ്ടെന്ന്, അത് സുഖം. ഇങ്ങനെയാണ് വീഡിയോ എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെ എപ്പോഴും ഇതാക്കി എടുക്കരുത്. ഇപ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ ഈ കളി നമ്മൾ തോക്കും ഗൈസ്. എനിക്ക് എടുക്കാൻ കഴിയത്തില്ല. ഈ കളി ഒരുത്തനെ നോക്കിടും, ആ കില്ലും ഫിനിഷാവും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഈ റൗണ്ട് കാര്യങ്ങളൊന്നും അവസാനം ആകുമ്പോഴേക്കും നമ്മളെ രണ്ടുപേരും മാത്രമേ ഉണ്ടാവൂ. അതായത് ഞാനും കാരണം 2 പേരുടെ നെറ്റ് പോയി കേട്ടോ. നമ്മുടെ ടീമത്തെ 2 ടീംമേറ്റ്സിൻ്റെ നെറ്റ് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ തലയാണെങ്കിൽ പുറത്തേക്ക് കാണിക്കുക. എന്താ റേഞ്ചിൽ നിന്ന് പോയി ചേച്ചി. പക്ഷേ ഞാൻ എമ്മേറ്റ് കൊണ്ട് വെറുതെ അടിച്ചു നോക്കുക. ഒരാവശ്യമില്ല. എനിക്ക് അത് വെച്ചിട്ടൊന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഡെസഡീകൾ വെച്ചിട്ട് അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു ഇതുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഹെഡ് ഷോട്ട് കാര്യങ്ങളൊന്നുമല്ല, ഡാമേജും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കൊടുക്കും. കണ്ടോളി. ഈ അലോക്കിൻ്റെ ഒപ്പം
അവൻ്റെ ഗേൾ ക്യാരക്ടറും കൂടി വരുന്നില്ലേ. ആ കണ്ടോ, നല്ല രീതിക്ക് ആ ഗേൾ ക്യാരക്ടറിന് നല്ല രീതിക്ക് കിട്ടി. എന്നിട്ട് എന്താ അറിയില്ല, എത്ര അടി അടിച്ചിട്ട് മരിക്കുന്നില്ല ഇവന്മാരൊന്നും. ആ അലോക്ക് എങ്ങനെയൊക്കെയോ അലോക്കിൻ്റെ ഒപ്പം സോണിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല, ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഇതിന് കണ്ടോളി. ഇവനെ ഞാൻ നോക്കിടുക. ഇപ്പം ഞാൻ ഇവനെ റിവ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഓസ്കാറും കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്ലൂവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കും. അപ്പം ഞാൻ നല്ലൊരു നോക്കിട്ട് ഫിനിഷ് ചെയ്യാൻ പോകുമ്പോൾ അത് റിവൈവ് ചെയ്യാൻ നോക്കുവാണ്. ഞാൻ ഈ സോണിലങ്ങ് പെടും. അവൻ്റെ മുകളിൽ കൂടെ ചാടാനേ പറ്റുന്നില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടാ അവൻ്റെ മുകളിൽ കൂടെ ചാടാനേ പറ്റുന്നില്ല അവസ്ഥ. അങ്ങനെ ഒരു റൗണ്ട് കൂടി അവർ കൊണ്ടുപോകും ഗൈസ്. നിങ്ങൾ കണ്ടു, ഇനിയാണ് ഗൈസ്. ഇനി എൻ്റെ ഈ കളി ഗൈസ്, ഈ ഒരു റൗണ്ട് തീപ്പൊരി റൗണ്ടാണ് ഗൈസ്. ഈ റൗണ്ടിലൊരു മാസ് ഉണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടു, ഈ റൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അമ്മതി കിട്ടില്ല ഐസ്. ഞാനൊരു ഐസ് എടുക്കുന്നതാണ് ഐസ് ഈ റൗണ്ടിൽ. കിട്ടില്ല ഐസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഐസ്. കണ്ടോളി ഡെസേർട്ട് ഈഗിൾ കിങ് പോലെ കളിച്ചത്. അമ്മരി അടി ഡെസേർട്ട് ഈഗിൾ വെച്ചിട്ട് ഞാൻ വിചാരിച്ച അവൻ്റെ നെറ്റ് പോയി. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നൊക്കെ കാണിച്ചു നോക്കുന്നത്. റെസ്പോണ്ട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പതുക്കെ അവൻ്റെ റെഡിയായി. ഞാൻ വിചാരിച്ച് നെറ്റ് പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ ഇരുന്ന് അറിയാനേ. ഇനിയിപ്പോൾ ഇരുന്ന് കാണിച്ചാൽ ചിലപ്പോൾ അവൻ നെറ്റ് ഇല്ലില്ല എന്ന് മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ ഒരു അടിയുണ്ട് ഗൈസ്. കണ്ട അവ സോണിയാണ്, അത് ഇഷ്യൂ. കണ്ടോ ഈ കളി തോക്കാനുള്ള കാരണം ഈ സോണിയാണ് ഗൈസ്. നിങ്ങൾ അവസാനം മനസ്സിലായിക്കോളൂ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു അടിയുണ്ട്, ഇപ്പോൾ ഒരു ഹെഡ് ഷോട്ടുണ്ട്, ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ രസമില്ലാത്ത ഒരു ജംപ് ഷോട്ടാണ്. അങ്ങനെയൊക്കെ നിന്ന് എന്തായാലും ഹെഡ് ഷോട്ട് വരും. ഓക്കെ, വീണ്ടും ആ ഗേൾ ക്യാരക്ടറിനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. 3 കില്ലായേ. ഇപ്പോൾ അവസാനത്തവൻ ആ വീട്ടിന് മുകളിലാവും. എനിക്ക് ആദ്യമൊന്നും ഞാൻ M80 കൊണ്ട് ഓർമ്മയില്ലാതെ അടിക്കാൻ നോക്കുക. കണ്ടോട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴേ അവനെ തീർക്കാറുണ്ട്. അവനറിയാതെ ആ സൈഡിൽ നിന്ന് അങ്ങ് സ്കോപ്പ് ചെയ്ത് അടിച്ചാൽ മതിയായിരുന്നു. കണ്ടോ, ഞാൻ M80 കൊണ്ട് അടിക്കാൻ നോക്കുക. ഡെസേർട്ട് കൊണ്ട് അടിച്ചാൽ അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഒരൊറ്റടി എയ്സ് അവൻ എയ്സ് അടിച്ച് നല്ലൊരു ഇമോട്ട് ഇട്ടെടുത്ത് നമ്മൾ വിട്ടിട്ടുണ്ട്. എയ്സ് ചന്തിക്ക് അടിച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ഓർക്കണേ, ഇതിലില്ലേ ഞാൻ വേണമെങ്കിൽ ആ വീഡിയോയും ഇടാം. അതായത് ഈ റൂം ക്രിയേറ്റ് ചെയ്ത ആ ഗേൾ ക്യാരക്ടർ എന്നെ ഇതിന് വിളിക്കുക. ആ ഗേൾ ക്യാരക്ടറിൻ്റെ പേരാണ് ലിനോക്സ്. ഓർക്കണേ, ലിനോക്സ് എന്നാണ് ആ ഗേൾ ക്യാരക്ടറിൻ്റെ പേര്, ലിനോക്സ്. അപ്പം ലിനോക്സ് കാര്യങ്ങളും എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും വേണമെങ്കിൽ ഞാൻ ഇടാം. അതിൻ്റെ ഞാനിടാം. വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇടാൻ നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തെളിവായിട്ട് അവളെന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് 4 year old ആണ് അവളിങ്ങനെ ബാനറും കാര്യങ്ങളൊക്കെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ വീഡിയോ. ആ കളിയിൽ വെറും പൊട്ട കളി എന്ന് പറഞ്ഞാൽ പൊട്ട കളി. ലിനോക്സും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പൊട്ട കളി. 4 year old ആണ്, ഞാൻ വെറും 1 year old ആണ്. ചീസറിയാലോ, എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നത്. ഞാൻ എന്നാലും 4 year old ഞാൻ ഇപ്പോൾ അടിച്ചിട്ടത് ആ ഗേൾ ക്യാരക്ടർ. ഇപ്പോൾ ആ നിലത്ത് വീണ് നടക്കുന്ന ഗേൾ ക്യാരക്ടർ 2 നോക്കായി. ഇവിടെ ഒരു സീനുണ്ട് കണ്ടോ. ഇപ്പോൾ സോണിയുടെ പാട് നിങ്ങൾ കണ്ടോ. HP ഒക്കെ ഞാൻ ഇവിടെ രക്ഷപ്പെടുക. സോണി ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം കാണിച്ചു തരാം. ഈ സോണി കണ്ടുപിടിച്ച ഗരീനെ അടിച്ചു വിടണം. അത് മാത്രമേ ഉള്ളൂ. ആ സോണിയ എന്ന് പറയുന്ന സാധനം വന്നാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഞാൻ അവനെ കാര്യം ഇവൻ സിമ്പിളായിട്ട് വെറുതെ ഇവന് ഹെഡ്ഷോട്ട് അടിക്കുന്നില്ല. ഇവന് സിമ്പിളായിട്ട് തന്നെ ഹെഡ്ഷോട്ട് അടിക്കാമെന്ന് ഞാനത് ശരിക്കും പറയുന്നത്. സ്കോപ്പ് ചെയ്തൊരു ഒറ്റടി കൊടുത്ത് അപ്പോഴേക്കും ഇവിടെ അവൻ്റെ ടീമേറ്റും കാര്യങ്ങളൊക്കെ വന്ന് ആ ലോക്ക് സോണിയ. അപ്പോൾ അവന് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ നോക്കി. 36ൻ്റെ റെഡ് മാത്രമേ കയറിയുള്ളൂ, 36 മാത്രമേ കയറിയുള്ളൂ. അപ്പം ഞാൻ ചാടി ഓടിച്ചെന്ന് വീണ്ടും അടിക്കാൻ നോക്കും. ഇപ്പോൾ പ്രഷറാണ്, ഫുള്ള് പ്രഷറാണ്. കാരണം അവനാണ് ഫുൾ അഡ്വാൻറ്റേജ്. അവനല്ലേ ഫുൾ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ അവനാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അവൻ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ഹെൽമെറ്റൊക്കെ വീക്കാക്കും നൈസായിട്ട് ചെറുതായിട്ട്. കണ്ടോ ഹെൽമെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ചെറിയൊരു അടിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യും, കവർ എടുത്തേക്കും. പിന്നെ സോണ് വരുന്നുണ്ട്, അവനാണ് അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നൈസായിട്ട് അവൻ്റെ അഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട്
ഇപ്പം എനിക്കൊരു നല്ലൊരു ഹെഡ് ഷോട്ട് കിട്ടണ്ടായിരുന്നു. അവൻ ചാടി ഒന്നൊരു അടി അത് കിട്ടണ്ടായിരുന്നു. ജസ്റ്റ് മിസ് പറഞ്ഞാൽ അവൻ മണ്ടനായിട്ട് മാത്രം അവനായിട്ട് മറിച്ചെന്നേ അടിച്ചിട്ട്. ഞാൻ വിചാരിച്ച് ആ മണ്ടൻ ഇത് കണ്ടില്ല, ആ ഒരു ഓട്ടം കണ്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ അവന് സ്കോപ്പ് ചെയ്ത് അടിക്കായിരുന്നു. അതൊക്കെ എൻ്റെ മണ്ടത്തരാ. ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് എന്നിട്ട് സോണിയ ഉണ്ട്, അവന് ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഞാൻ അപ്പം തന്നെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന് അവൻ്റെ സോണിയ വന്ന് അവൻ ചത്ത്. ലക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ ലക്ക് ഗൈസ്. എങ്ങാനും ഒരു സെക്കൻഡ് ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തുണ്ടാവും ഗൈസ്. സീസോട്ട് അറിയാം അവൻ കളി കൊണ്ടുപോയിട്ടുണ്ടാവും, ആ കളി അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും, ആ റൗണ്ട് അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അമ്മടി സോണിയായിട്ട് ആ കളി ഞാനാണ് MVP. 3 കിൽസാണ്, ഞാനാണ് MVP. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പം മറ്റവൻ്റെ നെറ്റ് വരും, നമ്മുടെ മൂന്നാമത്തെ ഒരു ടീമേറ്റിൻ്റെ നെറ്റ് വരും. ഇത് ഈ സൈഡിൽ നിൽക്കുന്ന പെയിൻ ആരാന്ന് അറിയില്ലെങ്കിൽ ഒരു ആനിമേ ക്യാരക്ടറാണ്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിലും കാര്യങ്ങളൊക്കെ വന്ന വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിലുള്ളവനൊരുത്തൻ അവൻ എന്ത് ചെയ്ത് അവനിങ്ങനെ പെയിനിട്ട് കളിക്കണം. അതായത് അവൻ്റെയൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ അങ്ങനെ അടിക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ഈ കളിയിൽ ഞാൻ മരിക്കുന്നുണ്ട്. ഈ കളിയിൽ ഈ റൗണ്ട് അവർ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഈ കളിയിൽ അവന്മാർ ഇമോട്ട് ഇടുന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, എനിക്ക് ഉറപ്പില്ലേ. അവന്മാർ അടിച്ചിട്ട് ഇമോട്ട് ഇടും എന്തായാലും. മറ്റേ മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ കൊടുത്തതിന് നിങ്ങൾ ഓർക്കണം. ഞാൻ മൂന്നാമത്തെ റൗണ്ടിൽ നല്ല രീതിക്ക് നല്ലൊരു അടി എന്ന് തന്നെ വീഴ്ത്തി. നല്ലൊരു തലയ്ക്ക് കറക്റ്റ് അടിച്ച് തന്നിട്ട് അവൻ വീഴ്ത്തിയിട്ടുണ്ട് തന്നെ. കഷ്ടപ്പെട്ടപ്പോൾ കില്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് ജസ്റ്റ് മിസ്സിനൊക്കെ ഉണ്ടാവുക. പെയിനും കാര്യങ്ങളൊക്കെ എസ്കേപ്പ് ആവുന്നത് 3v1 ആണ് ഗൈസ്. എനിക്ക് ആ സോണിയും കാര്യങ്ങളും പോയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇത് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, ഞാൻ ഗ്ലൂ വാളിടാതെ നിന്ന്, അതാണ് എനിക്കുണ്ടായ മിസ്റ്റേക്ക് ഗൈസ്. ഞാൻ ഗ്ലൂ വാളിട്ട് പോയതിന് ഞാൻ വലിയ കോൺഫിഡൻറ്റ് ചെന്നാണ്, ഈസ് എടുത്തതിൻ്റെ കോൺഫിഡൻറ്റ് ചെന്നാണ്, അതാണ് ഉണ്ടായത്. അവിടെ കിട്ടുവാനായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും. ഇവൻ അത്യാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. കാരണം എല്ലാമാരും സൈഡിൽ നിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെപ്പാടെ വന്നിട്ട് ഇവനെ ഇട്ടടിച്ച്. ഇപ്പോൾ ഇവൻ ഗ്ലൂ ആയിട്ട് ഇങ്ങനെ മറഞ്ഞിക്കും. ഇല്ല കണ്ടോ ഇവൻ കിട്ടിലെ ഷോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിലെ ഇവൻ ഇമോട്ടിടെ കണ്ടോട്ടോ. ഇനി വീഡിയോ ആണ്. നമ്മൾ തോക്കും, പക്ഷെ എങ്ങനെ നിങ്ങൾ കണ്ടോ, എന്തുകൊണ്ടാണ് തോക്കണേ നിങ്ങൾ അറിയണേ, അത് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം എനിക്ക് 9 കിലോ കില്ലുണ്ട് എനിക്ക്. ഞാൻ വീഡിയോയിൽ എടുക്കാൻ വന്നതാണ്, ഞാൻ ഇതിൽ നോക്കിയില്ല, അതാണ് മറന്നു. അതാണ് ഞാൻ അത് വെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്തോ 11 ഇല്ലിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ തന്നെ ഉണ്ട്. 11 ഇല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് 11 ഇല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല രീതിക്ക് ഈ റൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾ 3 പേരും കളിക്കാൻ നോക്കും. ഞാനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്ന റൗണ്ടാണ്. പക്ഷെ ഒരു സീനുണ്ട്, ആ മേളിന്ന് കണ്ട അവിടെ മേളിലുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ആ വീടിൻ്റെ മുകളിൽ, നമ്മുടെ വലിയ വീടിൻ്റെ മുകളിൽ ഞാൻ റിവൈവ് ചെയ്യാൻ നോക്കാമെന്ന് കേട്ടോ. അപ്പോഴേക്കും അവൻ ക്രോണോ അല്ല സ്കൈലർ ഇട്ട് ആ വീടിൻ്റെ മുകളിൽ എനിമിയുണ്ട്. ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എനിമിയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഞാനവിടെ കണ്ടില്ല, അവനെ ഞാൻ കണ്ടില്ല. അതിൻ്റെ മുകളിൽ അവനെ അടക്കില്ല. അതിൻ്റെ മുകളിലൊരു എനിമിയുണ്ട് കഴിച്ചു. ആ വീട് കണ്ടോ, വലിയ വീട്, ആ സംഭവത്തിൻ്റെ മുകളിൽ ഒരു എനിമിയുണ്ട്. ഓനാണ് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാറുണ്ട്. ഇവൻ ഭയങ്കര റൂഫാണ്, റൂഫ് ഹോളി എന്ന് പറഞ്ഞാൽ വല്ലാത്ത റൂഫ് ഹോളി. നമുക്ക് എന്താ പറയുക, സോണും കാര്യങ്ങളൊക്കെ അവർക്കാണ് അഡ്വാൻറ്റേജ്, അതുകൊണ്ട് ഒരു ഇഷ്യൂ. ഇപ്പോൾ ഒരു നല്ലൊരു വൺ ടൈപ്പും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരു നല്ലൊരു നോക്കഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ല സോറി ഗൈസ്, അവൻ എന്നെ അടിച്ചിടാൻ അവനെ കണ്ടപ്പോൾ ഞാൻ അവനെ അടിക്കാൻ നോക്കും. അവനും ഇമോട്ടിടുവേ. 2 റൗണ്ടായി അവന്മാർ ഇമോട്ടിടുന്നു, 2 റൗണ്ട് അവന്മാർ നമ്മളെ ഇമോട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലും. പക്ഷേ ഈ റൗണ്ട് ഞാൻ അത്ര ആക്റ്റീവല്ല, ഈ റൗണ്ട് അത്ര നന്നായിട്ട് ഞാൻ കളിക്കത്തില്ല. ഈ റൗണ്ടും അടുത്ത റൗണ്ടും അത്ര നന്നായിട്ടൊന്നും ഞാൻ കളിക്കത്തില്ല, കാരണം എനിക്ക് വഹിക്കത്തില്ല, അത്ര നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവന്മാർ 2 പേരും കൂടിയിട്ടാണ് ഈ 2 റൗണ്ട് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എടുത്തത്. 2 പേരും കൂടി
പുഷ്പം പോലെ. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കില്ല് എനിക്കാട്ടോ, അത് നിങ്ങൾ ഓർക്കണേ. ഇതിൽ ഏറ്റവും കൂടുതൽ കില്ല് എനിക്കാണ്. നല്ല കിട്ടിലിനായിട്ട് ഓമാരെയൊക്കെ അടിച്ചിട്ട് എത്ര 15 കില്ലാണ് ഈ കളി കഴിയുമ്പോൾ. എനിക്ക് 15 കില്ല്. എനിക്ക് ഈ കളി കഴിയുമ്പോൾ 15 കില്ലാണ്. ആദ്യമായിട്ട് എനിക്കൊരു റൂമിൽ 15 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് MVP ആവാൻ പറ്റണത് കേട്ടോ. MVP ആയി. പക്ഷേ എനിക്ക് കളി ജയിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇപ്പം എനിക്ക് ഹെഡ്ഷോട്ടേ അടിക്കാൻ പറ്റിയില്ല. ഇവൻ സിമ്പിളായിട്ട് അവനെ അടിച്ചങ്ങ് ഇട്ട് ഉൾപ്പക്കറും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അവനെ ഇമോട്ട് അടിക്കാൻ നിന്നപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടി എന്ത് ചെയ്ത് അവനെ കൊന്ന് ആ ലാസ്റ്റ് ഉണ്ടായിരുന്ന പ്ലെയറിനെയും കൂടിയും കൊന്ന്. ഞാൻ ഇവനെ ഇമോട്ടിട്ട് അവൻ്റെ കഴപ്പ് കാണിച്ചതിന് ഞാൻ ഇമോട്ടിട്ട് കാണിച്ചു കൊടുത്തതാണ്. നമുക്ക് ഇമോട്ടിട്ട് അറിയാമെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് കാണിച്ചു കൊടുത്തത്. നമ്മളെ ഇമോട്ടിട്ടാൽ പിന്നെ നമ്മളും കാണിക്കണ്ടേ. അങ്ങനെ ലൈസ് ഞാൻ വിചാരിച്ച് ലാസ്റ്റ് റൗണ്ട് വരെ അവന്മാരുണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചിട്ട് അവന്മാരെ ഇറങ്ങി പോകുന്നൊക്കെ. ഇപ്പോഴാണ് ഇഷ്യൂ വരിക. ഇനിയാണ് ഇഷ്യൂ. ഈ റൗണ്ടും കൂടി ഉണ്ടാവും. ഈ റൗണ്ടും കൂടി ഇപ്പോൾ മറ്റവൻ്റെ നെറ്റ് പോവേ. ഏത് മറ്റേ പെയിനിൻ്റെ വണ്ടിയിലും നെറൂട്ടോ വണ്ടിയിലൊക്കെ കാര്യങ്ങളും പെയിനിൻ്റെ ആ വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നവൻ എന്ത് ചെയ്യും, നെറ്റ് പോവാം. അവൻ പോകും. അവൻ ബാക്കടിച്ച് ഇനി ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഞാൻ ഇമോട്ട്, അതായത് വേവിങ്ങിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവർ നെറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ പോയി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ട് അവൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഞെട്ടിപ്പോയി. സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ നെറ്റും കാര്യങ്ങളും പോയി. അവൻ്റെ നെറ്റ് പോയി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ കളി പോകാനുള്ള സാധ്യതയുണ്ട്, നെറ്റ് പോയി അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ കളി നല്ല കളി കളിച്ച്. ഈ കളി ഒരു 1 ടൈം ഒരു നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുത്തന് നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കിഡിയ ഹെഡ്ഷോട്ട് എന്ന് പറഞ്ഞാൽ കിഡിയായിട്ട് രണ്ട് ഹെഡ്ഷോട്ട് എടുത്തിട്ട് വീഴ്ത്തുന്നുണ്ട്. അതായത് എമ്മടിച്ചിട്ട് റെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുൾ റെഡല്ലേ. ഞാൻ 2 ഇതായിട്ടാണ് ഞാൻ ഇടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അവൻ ഫുള്ളായിട്ട് മറച്ചുകൊണ്ട് ഇടിക്കല്ലേ, അത് വേറെ വഴിയില്ലല്ലോ. അവൻ അടിക്കുമ്പോഴേക്കും അവൻ അവിടെ ചെന്ന് ക്യാമ്പിയാണ്. ആ സൈഡിൽ പോയിട്ട് എന്ത് ചെയ്ത് ബ്ലൂ ആൾ മറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ നെറ്റ് പോയി. അത് നിങ്ങൾ ഓർക്കണം. അവൻ്റെ നെറ്റ് പോകും കേട്ടോ. ആ ബ്ലൂ ആളിൻ്റെ മറിഞ്ഞിരിക്കണ എനിമിയുടെ നെറ്റ് പോവും. ഇതാ ട്രൈ ചെയ്യാണ്, മറ്റവനെ സേഫാക്കാൻ ട്രൈ ചെയ്യാണ് ഞാൻ. ഓക്കെ, അവനെ തീർത്ത് അതായത് നമ്മളെ ഇമോട്ടിട്ട് അവനെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളവൻ മാത്രമേ ഉള്ളൂ. മറ്റവന്മാരെ നമ്മുടെ ടീംമേറ്റ്സ് തീർത്ത്, നമ്മുടെ ടീംമേറ്റ്സ് തീർത്ത് അലോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇവനെ ഞാൻ ഇടിച്ചു വന്നു. അവൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ഇടിച്ചു വന്നു. എന്നിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കില്ലായുണ്ട്, 3 കില്ലാണേ. ഇപ്പം എത്രയാണ് ഇത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ നെറ്റ് പോകും ഗൈസ്. ഇപ്പോൾ 2 പേരെ നെറ്റ് പോകും. ഇപ്പോൾ 2 പേരെ നെറ്റ് പോകും. ഇനിയാണ് ഞാൻ പെടുക. ഇനിയൊരു കളി ഞാൻ പെടും. കാണിച്ചതേ 2 പേരുടെ ഞാൻ മാത്രം നെറ്റുള്ളത് ഞാൻ മാത്രം. അങ്ങനൊരു 2 റൗണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച് ഗൈസ്. ആദ്യത്തെ റൗണ്ട് പോയി, 2 റൗണ്ട് പോയി. പക്ഷേ ഞാൻ നല്ല കൊടുക്കനായിട്ട് അവന്മാരെ വിറപ്പിച്ചുകൊണ്ട് കളിച്ച്. കണ്ടാ നെറ്റ് പോയി, അവൻ്റെ നെറ്റ് പോയി. ശ്രദ്ധിച്ചോ, അവൻ്റെ നെറ്റ് പോയി. അങ്ങനെ അവിടെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്നെ ഇട്ട് പൂർത്തും കഴിച്ചു. പിന്നെ നാണില്ല അവന്മാർക്ക്. കാരണം അവന്മാർ ബോർഡിനടിച്ച് വന്നിട്ട് ഇമോട്ടിടുക. നാണില്ല കാരണം തീരെ നാണില്ല. അടിച്ചത് നമ്മൾ ബാക്കടിച്ചു. അവന്മാർ ഈസി ആണെന്നുണ്ട് അവന്മാരൊക്കെ ബാക്കടിച്ചു. എനിക്ക് പക്ഷേ ഞാനിത് എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള വാശിയിലാണ്. കണ്ടാ ഒരു നല്ലൊരു 1 ടാപ്പ് അടിച്ചു. ഇപ്പോൾ അവൻ ആ റൂഫ് അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് റിവൈവ് ചെയ്യും കഴിച്ചു. എനിക്കാണെങ്കിൽ ഫിനിഷ് ചെയ്യാനും പറ്റത്തില്ല. റിവൈവ് ചെയ്യും. പിന്നെ നമ്മുടെ ടീമേറ്റ്സും കാര്യങ്ങൾ ആരുമില്ല, ഞാൻ മാത്രമാണ്. ഈ കളി അവന്മാരെടുക്കും. ഈ കളിയും 2 കളി ഇനിയിപ്പോൾ അവന്മാരെടുക്കും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്യും കളിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നടക്കത്തില്ല കഴിച്ചു. കാരണം ഫുള്ള് നല്ല രീതിയിൽ അവന്മാരടിക്കുന്നുണ്ട് എന്നെ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ റൂഫിൻ്റെ മുകളിലൊരു ഗേളുണ്ട് കേട്ടോ. അവളാണ് കേട്ടോ. ആ ഒരു ഗേൾ ക്യാരക്ടറാണ് നമ്മുടെ ഡിനോക്സ് എന്ന് പറയുന്ന ആ ഒരു എന്നെ 1v1 വിളിച്ച ആ വീഡിയോയും കൂടി ഞാൻ ഉണ്ടെന്ന്. നല്ല കിടിലൻ വീഡിയോ ആണ് അത്. അവനെ ഉണ്ടല്ലോ അവസാനം അവൻ ബാക്ക് അടിച്ച് അവൻ്റെ നെറ്റ് പോകും. അപ്പോൾ നെറ്റ് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ റെസ്പെക്റ്റ് അടിച്ച്. പക്ഷെ സോൺ വന്നപ്പോൾ ഞാൻ കൊന്ന്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. സോണായിട്ട് കൊല്ലാൻ വിറ്റിയേക്ക് എനിക്കൊരു കില്ലിട്ട് എക്കി സമാധാനില്ലേ. ഞാനൊരു ആ കില്ല് ഞാനെടുത്ത് വെറുതെ എന്തിനാ എനിക്ക് സോണിന് വിട്ട് കൊടുക്കുക ഒരു താല്പര്യമില്ല.
ഞാൻ നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഇപ്പം മറ്റേ ആ ഗേൾ ക്യാരക്ടർ ആ ലിനോക്സ് കാര്യങ്ങൾ ഇപ്പം കണ്ടോണേ. ഇപ്പം ഹെഡ്ഷോട്ട് അടിച്ചിരിക്കണേ. ഇവിടെ ശ്രദ്ധിക്കണേ. കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ എന്നെ അടിച്ചിട്ട് ലിനോക്സ് 444 ഇവരാണ് ഇതിൻ്റെ ഈ റൂമിൻ്റെ ഹോസ്റ്റ് ഓർക്കണേ. ഹോസ്റ്റ് എന്നെ ചലഞ്ച് ചെയ്ത് എന്നെ അവൻ 4 year old ആണ്. എന്നെ ചലഞ്ച് ചെയ്ത് ഞാൻ നല്ല രീതിക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ വീഴ്ത്തി. ഓർക്കണേ. എന്നിട്ട് നമ്മളെ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കും. പക്ഷെ അത് റിവൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം എനിക്ക് സങ്കടമായി. സീരിയസായിട്ട് അറിയാം. അത്ര പ്രഷറാണ്. ഒരു മനുഷ്യൻ്റെ കുട്ടി എൻ്റെ ഒപ്പം കളിക്കാനില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നൊക്കെ കാണിച്ചു നോക്കും. ഇമാരെ നെറ്റ് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട്. വന്നില്ല. നിർഭാഗ്യകാരണം വന്നില്ല. ഇപ്പോഴും എനിക്ക് ഈ റൂഫ് കയറുന്ന ഒരുത്തണ്ട് കഴിച്ചു. അവൻ ഭയങ്കര ശല്യമാണ്. ആ റൂഫ് കയറണം. അവൻ കാരനാണ് കഴിച്ച് 2 റൗണ്ട് കഴിഞ്ഞ റൗണ്ട് പോയത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ റൗണ്ടൊക്കെ എനിക്ക് എടുക്കാൻ പറ്റാതെ. ഈ റൂഫ് കയറണവന്മാരൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഞാൻ ഒറ്റയ്ക്കാണ്. ഓർക്കണേ. അവന്മാർ 4 പേരുണ്ട്. എന്നിട്ട് ഇപ്പോൾ വരും. ഇപ്പോൾ എനിക്ക് ഈ കളി റൂഫിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ കളിയും കിട്ടുക. 1 തീർന്നേ. തീർത്തേ. ഇപ്പോൾ ആ ഗേൾ ക്യാരക്ടർ ആ ലിനോക്സ് ലിനോക്സിനെ അടിക്കാൻ ശ്രമിക്കും. ആ ടൈമിൽ അറിയാതെ ഞാൻ അടിക്ക് ചാടും. അപ്പോൾ ഞാൻ അവളുടെ നിന്ന് അടിയും കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ മുകളിൽ എനിമിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം അവനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഞാൻ സന്തോഷത്തോടെ പോകുമ്പോഴാ ഒരൊറ്റടി മുകളിൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടെ. കണ്ടാ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ കളി തീപ്പൊരി കളിയാണ്. ഞാൻ സീൻ കളിയാണ് ഞാൻ ഇവിടെ കാഴ്ച വെച്ചത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കളിയിൽ അവൻ്റെ കൊല്ലും എങ്ങനെ സോണിയ ഇട്ടിട്ട് അവൻ്റെ ഒടുക്കത്തെ സോണിയ. ഈ കളിയിൽ എനിക്ക് നല്ല പിങ്ങും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. കാണിച്ചാൽ 4 പേരും കൂടി എന്നെ ഒരു മുക്കിലിട്ട് പൂത്തുന്നുണ്ട്. അപ്പം തന്നെ ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ മുക്കിലിട്ട് 4 പേരും കൂടി എന്നെ അവിടെ ഇട്ട് പൂത്തുന്നു. ഞാൻ ഫുള്ള് ഗ്ലൂ ആൾട്ടോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കവർ ചെയ്തേ. ഇങ്ങനെ പൊട്ടിക്കുകയാണേ. അവന്മാർ പേടിച്ചുകൊണ്ടിരിക്കുക ഗ്ലൂ ആൾക്ക്. ഒരു മാന്യം മര്യാദ ഇല്ലാത്തവന്മാർ. സീരിയസ് ആയിട്ട്. ശരി. ഇപ്പം ഞാൻ മറ്റവനെ കാണും. ആ ഒരു ആലോകിനെ കാണുക. സോണിയനെ. ഇവൻ കാരനാണ് കഴിച്ച് ഈ കളി മൊത്തത്തിൽ പോവാം. ഈ ഒരു അലോക്ക് കാരണം, ഈ സോണിയ കാരണം. ഇപ്പോൾ 2-3 പേര് വന്ന് ഞാൻ അത് കണ്ട ഉടനെ എനിക്ക് പിന്നെ പിങ്ങടിച്ച് ഈ ഭാഗത്ത് എനിക്ക് പിങ്ങടിച്ച് ഈ ഗ്ലൂ ആൾട്ടോ. അതാ ഞാൻ സ്ക്രീനിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീഴണത് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ അവൾ മറ്റേ ഓസ്കാറും കാര്യങ്ങളൊക്കെ ഇട്ട് വരും. ഞാൻ ഇപ്പോൾ ക്രോണോ ഇട്ട് നൈസായിട്ട് സ്കൈലർ ഓറിയോ ഇട്ടിട്ട് നൈസായിട്ട് അങ്ങ് കവർ ചെയ്യും. നമ്മൾ അവളെ അടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് ഇട്ട് അവൾക്കൊരു നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനിയാണ് ഇവൻ റിവൈവ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവനെയും കൂടി അടിച്ചിട്ടായിരുന്നു. അവനെ അടിച്ചിട്ടാണ്. അതൊക്കെ മിസ്റ്റേക്കാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ അടിക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ഗ്ലൂ ഇടും. ഇനി ഇവന് നല്ല ഹെഡ്ഷോട്ട് ഇടും. ഇപ്പോൾ ആ പോയവന് നല്ല ഹെഡ്ഷോട്ട് ഇടും. അവനും കിട്ടി. അവനും തീർന്നേ. അവന് ഇവന്മാർ റിവൈവ് ഇല്ല. അതാ ഞാനൊരിക്കും ഇവന്മാർക്കൊരു ഇതില്ല. ഞാൻ ഇവനെ അടിക്കാൻ നോക്കിയാണ് എന്നോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ ആ ലോക്കിനെ കൊണ്ടത് ഞാൻ അവനെ എല്ലാം അടിക്കാൻ നോക്കിയത്. ഇപ്പോഴൊക്കെ എനിക്ക് നല്ല അടി കൊണ്ടു. അതൊക്കെ മിസ്റ്റേക്കാണ്. ഇവന്മാർ പൊട്ടന്മാരായതിൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് എനിക്ക് കളിക്കാൻ പറ്റി. സീരിയസായിട്ട് പറയാം. ഇത്രയും നന്നായിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയത് അവന്മാർ മണ്ടന്മാരായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും കാര്യങ്ങളൊക്കെ അവൻ ഗ്ലൂ ആളിടാതെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ഗ്ലൂ ആളിടാൻ പോലും അറിയാത്തവന്മാരാണ്. ആലോചിക്ക്. ഇപ്പോഴൊക്കെ എനിക്ക് അവന് വേണമെങ്കിൽ എന്നെ ആ സൈഡിൽ നിന്ന് അടിക്കാം. ഇപ്പോഴും നല്ല ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. കണ്ടാ ഫുൾ റെഡ് കയറി അവൻ തീർന്ന്. ഞാൻ ലോക്കിനാണ് സോണും കാര്യങ്ങളൊക്കെ. അതാണ് പ്രശ്നം പറ്റിയത്. ആ ലോക്ക് സോണിയാണ് ആ ലോക്ക്. ലോക്ക് പിടിച്ചിരിക്കും സോണിക്ക്. അവൻ പെട്ടെന്ന് തന്നെ നടുക്കിക്ക് കയറിയിട്ട് എന്ത് ചെയ്യും? അവൻ ആദ്യം തന്നെ കവർ ചെയ്യും. അവൻ ഫുള്ളി ഗ്ലൂ ആളിട്ട് കവർ ചെയ്യും. എനിക്കാണെങ്കിൽ എൻ്റെ ഗ്ലൂ ആളാണല്ലോ ഈ മുന്നിൽ നിന്നുള്ള കാര്യം ഓർമ്മ വന്നില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ മെഡിക്കറ്റ് അടിക്കാനും മുഴുകി. അവന് സോണി ഉള്ളതുകൊണ്ട് അവനങ്ങ് ജയിച്ച് ഗൈസ്. അപ്പോൾ ഓക്കെ.
ഇതേപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കാണുന്നവരെ എന്നാൽ ശരി, ഓക്കെ, ബൈ.